യൂറോപ്പും ആഫ്രിക്കയും തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് വെറും 14 കിലോമീറ്റർ മാത്രമാണ്. സ്പെയിനിലെ മിറാഡോർ ഡെൽ എസ്ട്രച്ചോ എന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ആഫ്രിക്കയിലെ മൊറോക്കോയിലുള്ള മൗണ്ട് ജബൽ മൂസ വ്യക്തമായി കാണാം. കാരണം സ്പെയിനിനും മൊറോക്കോയ്ക്കുമിടയിലുള്ള സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടറിന്റെ വീതി വെറും 14 കിലോമീറ്റർ മാത്രമാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ടണൽ നിർമ്മിച്ചാൽ യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് വെറും അരമണിക്കൂർ കൊണ്ട് എത്താം. പക്ഷേ ഒരു രാജ്യവും ഇന്നേ വരെ ഇവിടെ ഒരു പാലം പണിയാൻ ധൈര്യപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. അതിന് വിചിത്രമായ ചില കാരണങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഓരോ വർഷവും ഏകദേശം 1,00,000 കപ്പലുകളും 18,000-ഓളം ഓയിൽ ടാങ്കറുകളും ഈ കടൽ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ലോകത്തിലെ സമുദ്ര വ്യാപാരത്തിൻ്റെ 20% ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെ പല രാജ്യങ്ങളും ഈ റൂട്ടിനെ വല്ലാതെ ആശ്രയിക്കുന്നുണ്ട്. എന്നിട്ടും കഴിഞ്ഞ 100 വർഷമായി ഒരു രാജ്യത്തിനും ഈ രണ്ട് ഭൂഖണ്ഡങ്ങളെയും ബന്ധിപ്പിച്ച് ഒരു പാലം പണിയാൻ കഴിഞ്ഞിട്ടില്ല. ചൈന ഇതിനകം തന്നെ ഈ ദൂരത്തിൻ്റെ 4 ഇരട്ടി വലിപ്പമുള്ള ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ബ്രിട്ടനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിച്ച് 50 കിലോമീറ്റർ നീളമുള്ള ഒരു ടണൽ നിർമ്മിച്ചിട്ടുണ്ട്. 1994 തുറന്ന അത് വെറും 6 വർഷം കൊണ്ടാണ് പണി തീർത്തത്. എന്നാൽ ആഫ്രിക്കയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൻ്റെ ദൗത്യം കഴിഞ്ഞ 100 വർഷങ്ങളായി ബാക്കി കിടക്കുകയാണ്. 1920കളുടെ അവസാനത്തിൽ ജർമ്മൻ ആർക്കിടെക്റ്റായ ഹെർമൻ സോർഗൽ മെഡിറ്ററേനിയൻ കടൽ വറ്റിച്ച് യൂറോപ്പിനെയും ആഫ്രിക്കയെയും ബന്ധിപ്പിച്ച് അറ്റ്ലാന്റോപ്പ എന്ന പുതിയ ഭൂഖണ്ഡം സൃഷ്ടിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. ജിബ്രാൾട്ടറിൽ ഒരു വലിയ ഹൈഡ്രോ ഇലക്ട്രിക് ഡാം നിർമ്മിച്ച് കടലിലെ ജലനിരപ്പ് 100 മീറ്ററോളം കുറയ്ക്കാനും അതുവഴി കരകൾ കൂട്ടിമുട്ടിക്കാനും രണ്ട് ഭൂഖണ്ഡങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുമാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. മികച്ച ആശയമായിരുന്നിട്ടും വലിയ സാമ്പത്തിക ചിലവ്, പാരിസ്ഥിതിക നാശം, അന്നത്തെ സാങ്കേതിക വിദ്യയുടെ പരിമിതികൾ, രാഷ്ട്രീയ പിന്തുണയുടെ അഭാവം എന്നിവ കാരണം ഈ പദ്ധതി ഒരിക്കലും നടപ്പായില്ല. പിന്നീട് 1979 മൊറോക്കോയിലെ ഹസൻ രണ്ടാമൻ രാജാവും സ്പെയിനിലെ ജുവാൻ കാർലോസ് ഒന്നാമൻ രാജാവും ഒരു കരാറിൽ ഒപ്പുവെച്ചു. എന്ത് സംഭവിച്ചാലും രണ്ട് രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു വഴി കണ്ടെത്തുമെന്ന് അവർ തീരുമാനിച്ചു. ഇതിനായി 1980 അവർ 2 ഗവൺമെൻറ് ഓർഗനൈസേഷനുകൾ സ്ഥാപിച്ചു. സ്പെയിനിലെ സെക്കഗ്സയും മൊറോക്കോയിലെ SNEDയും ചേർന്ന് സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടറിനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചു. അവർ നിരവധി സർവേകൾ നടത്തി. അതിൽ 1991 നൗട്ടിലസ് എന്ന കപ്പൽ ഉപയോഗിച്ച് നടത്തിയ കടൽ സർവേ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ സർവേയിൽ സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടറിൻ്റെ അടിത്തട്ടിൽ നൗട്ടിലസ് കപ്പലിൽ നിന്നും ആഴത്തിൽ തുറന്ന് പാറയുടെ സാമ്പിളുകൾ മുകളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ശാസ്ത്രജ്ഞർക്ക് അതിൽ റിസർച്ച് നടത്താമായിരുന്നു. എന്നാൽ നൗട്ടിലസിന് അതിൻ്റെ മിഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത വർഷം പോലസ് എന്നു പേരുള്ള മറ്റൊരു കപ്പലിനെ അയച്ചു. എന്നാൽ ഡ്രിൽ താഴേക്ക് അയച്ചപ്പോൾ റോഡ് പൊട്ടുകയും കപ്പൽ വല്ലാതെ കുലുങ്ങാൻ തുടങ്ങുകയും ചെയ്തു. ആ മിഷൻ ഉടൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഫലത്തിൽ 2 പ്രൊജക്റ്റുകളും പരാജയപ്പെട്ടു. ഈ പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണം സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടറിലെ ഭൗമശാസ്ത്രപരമായ സ്ഥാനമാണ്. ഈ കടലിടുക്ക് വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ്. ഇതിൻ്റെ വലതുവശത്ത് ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന മെഡിറ്ററേനിയൻ കടലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചൂടുവെള്ളമാണുള്ളത്. ഇടതുവശത്ത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. അതിൽ ആർട്ടിക് മഞ്ഞുരുകി വരുന്ന തണുത്ത വെള്ളവുമാണുള്ളത്. ഈ വലിയ വ്യത്യാസം അവിടുത്തെ വെള്ളത്തെ ഇളകി മറിയുന്നതും അപകടകരവുമാക്കുന്നു. ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും അവസാനം 1997 ആയപ്പോഴേക്കും നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്നതിനായി 2 റൂട്ടുകൾ ഗവേഷകർ കണ്ടെത്തി. ആദ്യത്തേത് കാന്യൺ റൂട്ടാണ്. ഇതാണ് ഏറ്റവും ചെറിയ വഴി. പുൻഡനും പുൻഡ സൈറസിനും ഇടയിലുള്ള ഈ വഴിക്ക് വെറും 14 കിലോമീറ്റർ ദൂരമേയുള്ളൂ. രണ്ടാമത്തേത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ത്രഷോൾഡ് റൂട്ടാണ്. പുൻഡ പലോമയ്ക്കും പുൻഡ മലബാറ്റയ്ക്കും ഇടയിലുള്ള ഇതിന് 28 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ജിയോളജിക്കൽ റിസർച്ചുകൾ നടക്കുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു അമേരിക്കൻ എഞ്ചിനീയർ ഈ പ്രൊജക്റ്റിൻ്റെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് യൂജിൻ സൂയ് എന്നായിരുന്നു. അദ്ദേഹം ഒരു റിബൽ ആർക്കിടെക്റ്റ് ആയിരുന്നു. ഇതിനായി യൂജിൻ വെള്ളത്തിന് മുകളിലൂടെയുള്ള ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന ആശയത്തിന് അടിത്തറയിട്ടു. ഈ ഡിസൈനിൽ സ്റ്റീൽ തൂണുകളോ പഴയ സ്റ്റൈലിലുള്ള കോൺക്രീറ്റ് ബീമുകളോ ആവശ്യമില്ലായിരുന്നു.
പാലം നിർമ്മാണത്തിൻ്റെ പരമ്പരാഗത രീതികൾ മാറ്റിവെച്ച് കടൽത്തട്ടിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് പകരം വെള്ളത്തിന് മുകളിൽ ഒരു പാലത്തിൻ്റെ ഡിസൈൻ സൂയ് തയ്യാറാക്കി. സൂയ് ഡിസൈൻ ചെയ്ത പാലം കണ്ടാൽ ഒരു വലിയ കടൽപ്പാമ്പിനെ പോലെ തോന്നുമായിരുന്നു. വലിയ കച്ചവടക്കപ്പലുകൾക്ക് പോലും ഇതിന് മുകളിലൂടെ പോകാൻ കഴിയുന്ന രീതിയിൽ ചില ഭാഗങ്ങളിൽ ഇത് വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു കിടക്കും. ഏകദേശം 2 മൈൽ ദൂരത്തിൽ ഈ പാലം ഒരു അണ്ടർ വാട്ടർ ടണൽ പോലെ പ്രവർത്തിക്കും. അതിനു മുൻപായി ഞാനൊരു കാര്യം പറയാം. പണക്കാരൊക്കെ അവരുടെ ശമ്പളം കൊണ്ടല്ല റിച്ചായിരിക്കുന്നത്. അവരിൽ ഭൂരിഭാഗവും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താണ് തങ്ങളുടെ പണം വളർത്തിയെടുക്കുന്നത്. എന്നാൽ നമ്മളിൽ പലരും ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാത്തവരാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് വോൾഫ് ആപ്പ് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെബി രജിസ്റ്റേർഡ് ആപ്പാണ് മാർക്കറ്റ് വോൾഫ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഞാൻ ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതിലെ ഒരു ഫീച്ചറാണ് ഫോളോ ട്രെൻഡ്. മറ്റ് യൂസേഴ്സ് ലാഭമുണ്ടാക്കിയ റിയൽ ടൈം ട്രേഡുകൾ ഏതാണെന്ന് ഈ ഫീച്ചർ കാണിച്ചു തരും. ഞാൻ ഈ ഫോളോ ട്രെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു, ട്രേഡ് പ്ലേസ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ട്രേഡ് ലൈവായി കഴിഞ്ഞു. കൂടാതെ വളരെ ചെറിയൊരു തുക വെച്ചും നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വലിയ നഷ്ടം വരാതിരിക്കാൻ ഇതിൽ ഇൻബിൽട്ട് സ്റ്റോപ്പ് ലോസ് ഫീച്ചറുമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സ്റ്റോപ്പ് ട്രേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇത്ര സമയം കൊണ്ട് 1856 രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത്. കൂടാതെ മാർക്കറ്റ് വോൾഫ് ഫ്രീ ആയി ട്രേഡ് റെക്കമെൻഡേഷൻസും തരുന്നുണ്ട്. ഈ റെക്കമെൻഡേഷൻസ് ഫോളോ ചെയ്ത യൂസേഴ്സ് ഒരൊറ്റ ദിവസം കൊണ്ട് 11,060 രൂപ വരെയും, ഒരു മാസം കൊണ്ട് 84,361 രൂപ വരെയും, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 5,05,080 രൂപ വരെയും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ യാതൊരുവിധ കമ്മീഷനും ഈടാക്കുന്നില്ല. വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീസിൽ ഈ ഫീച്ചറുകളെല്ലാം ലഭിക്കും. കൂടാതെ രാവിലെ 9 മുതൽ അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉള്ള മാർക്കറ്റ് വോൾഫിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമന്റിലും നൽകിയിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഈ പദ്ധതി പ്രകാരം കടലിന് നടുവിൽ 3 മൈൽ വീതിയുള്ള മനുഷ്യനിർമ്മിതമായ ഒരു ഫ്ലോട്ടിംഗ് സിറ്റി നിർമ്മിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ 24 വരി ഹൈവേകൾ, 1ലധികം റെയിൽവേ ലൈനുകൾ, വിൻമില്ലുകൾ, 23 നിലയുള്ള ഒരു കെട്ടിടം, പബ്ലിക് ഗാർഡനുകൾ, തിയേറ്ററുകൾ, മാർക്കറ്റുകൾ, വെള്ളച്ചാട്ടങ്ങൾ, സ്വിമ്മിംഗ് പൂളുകൾ, അതുപോലെ സോളാർ പവർ പ്ലാന്റുകൾ വരെ അതിൽ പ്ലാൻ ചെയ്തിരുന്നു. കടൽവെള്ളം തട്ടി നശിച്ചു പോകാതിരിക്കാൻ വാട്ടർ പ്രൂഫ് കോൺക്രീറ്റ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അനോഡൈസ്ഡ് അലൂമിനിയം എന്നിവ ചേർന്ന ശക്തമായ ഒരു മിശ്രിതം കൊണ്ട് ഇത് നിർമ്മിക്കാൻ അവർ പ്ലാൻ ചെയ്തു. ആ സമയത്ത് അത് വളരെ വലിയ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഐഡിയ ആയിരുന്നു. എന്നാൽ പരിഹരിക്കാൻ കഴിയാത്ത 2 വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉയർന്നു വന്നു. ആദ്യത്തെ പ്രശ്നം പണം തന്നെയായിരുന്നു. ഈ പ്രൊജക്റ്റിന്റെ ആകെ ചിലവ് $10 ബില്യൺ മുകളിലായിരുന്നു. വലിയ സമ്പന്ന രാജ്യങ്ങൾ പോലും മടിക്കുന്ന വലിയൊരു തുകയായിരുന്നു അത്. രണ്ടാമത്തെ പ്രശ്നം, അതേസമയം തന്നെ സെക്കഗ്സ, SNED തുടങ്ങിയ ഓർഗനൈസേഷനുകൾ നടത്തിയ വിശദമായ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം അവർ കണ്ടുവച്ച ഏറ്റവും ചെറിയ റൂട്ടിന് 14 കിലോമീറ്റർ നീളമുണ്ട്. എന്നാൽ ഇതിൻ്റെ ആഴം 800 മീറ്ററോളം വരും. അതായത് 3 ഈഫൽ ടവറുകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചാൽ പോലും അവ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും. ബ്രിട്ടനും ഫ്രാൻസിനും ഇടയിലുള്ള 50 കിലോമീറ്റർ നീളമുള്ള ഇംഗ്ലീഷ് ചാനലുമായി ഇതിനെ താരതമ്യം ചെയ്താൽ അവിടുത്തെ ഏറ്റവും കൂടിയ ആഴം വെറും 180 മീറ്റർ മാത്രമാണ്. എന്നാൽ ജിബ്രാൾട്ടർ കാനിയൻ റൂട്ടിലെ ആഴം അതിൻ്റെ 5 ഇരട്ടിയോളം വരും. ഈ വഴിയിൽ സാധാരണ രീതിയിലുള്ള ഒരു പാലം പണിയണമെങ്കിൽ ഓരോ തൂണിനും 3 ഈഫൽ ടവറുകളുടെ അത്രയും ഉയരം വേണ്ടിവരും. 14 കിലോമീറ്റർ നീളമുള്ള ഒരു പാലത്തിന് ഇത്രയും വലിപ്പമുള്ള ഒരുപാട് തൂണുകൾ ആവശ്യമായി വരും. കഴിഞ്ഞില്ല. മണ്ണിലെ ഘടനയാണ് രണ്ടാമത്തെ പ്രശ്നം. സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടറിലെ ഏറ്റവും അടിത്തട്ടിൽ ബ്രഷിയ ക്ലേ നിറഞ്ഞ വലിയ കുഴികളുണ്ട്. ചെറിയ കല്ലുകൾ, ബ്ലോക്കുകൾ, പാറക്കഷ്ണങ്ങൾ എന്നിവ മൃദുവായ കളിമണ്ണ് പോലെയുള്ള ഒന്നിൽ കലർന്നിരിക്കുന്ന വളരെ ദുർബലമായ ഒരു മിശ്രിതമാണ് ബ്രഷിയ. ഇത് വളരെ മൃദുവായതിനാൽ സ്വാഭാവികമായും വളരെ ദുർബലമാണ്. ഉറപ്പില്ലാത്ത ഇത്തരം പ്രതലങ്ങളിൽ ഡ്രിൽ ചെയ്ത് ഇത്രയും വലിയ തൂണുകൾ സ്ഥാപിക്കുക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അടിയിലുള്ള പാറക്കെട്ടുകളാണ് മൂന്നാമത്തെ പ്രശ്നം. മൃദുവായ ഈ കളിമൺ ലെയറുകൾക്ക് താഴെ വളരെ കടുപ്പമുള്ള ഒരു പാറയുടെ ലെയറുണ്ട്. ഈ വലിയ വ്യത്യാസം കാരണം ഈ ലെയറുകളിലൂടെ തുരന്ന് ഉറപ്പുള്ള ഒരു ടണൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടണലുകൾ നിർമ്മിക്കുന്ന കാര്യം വരുമ്പോൾ അവയ്ക്ക് ചെറിയ ഭൂകമ്പങ്ങളെയൊക്കെ എളുപ്പത്തിൽ അതിജീവിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾക്കായി ഡിസൈൻ ചെയ്ത ഒരു ഷോക്ക് അബ്സോർബർ ബമ്പർ സിസ്റ്റം ചാനൽ ടണലിലുണ്ട്. എന്നാൽ വളരെ ആക്റ്റീവായ ഒരു പ്രധാന ഫോൾട്ട് ലൈനിലൂടെ ഒരു വലിയ ടണൽ നിർമ്മിക്കുക എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വെല്ലുവിളിയായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് എളുപ്പമാണെന്ന് തോന്നുന്ന ഈ ചെറിയ റൂട്ടിൽ ഒരു പാലമോ ടണലോ നിർമ്മിക്കുന്നത് നിലവിൽ അസാധ്യമായ കാര്യമാണ്. അവസാനമായി ഇവിടുത്തെ കനത്ത കപ്പൽ ഗതാഗതവും പരിഗണിക്കേണ്ടതുണ്ട്.
ഭൂമിയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് റൂട്ടുകളിലൊന്നാണ് ജിബ്രാൾട്ടർ. വലിയ ഓയിൽ ടാങ്കറുകൾ, കണ്ടെയ്നർ കപ്പലുകൾ, വലിയ മിലിറ്ററി എയർക്രാഫ്റ്റ് കാരിയറുകൾ എന്നിവ ഈ വഴിയിലൂടെ നിരന്തരം സഞ്ചരിക്കാറുണ്ട്. ലോക വ്യാപാരത്തിന് തടസ്സം വരുത്താതെ ഇത്രയും തിരക്കേറിയ ഒരു ജലപാതയുടെ നടുവിൽ വലിയ കൺസ്ട്രക്ഷനുകൾ നടത്തുക എന്നത് ബുദ്ധിമുട്ടാണ്. എഞ്ചിനീയറിംഗിനും അപ്പുറം ഇതിന് പിന്നിലെ യഥാർത്ഥ പ്രശ്നം വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. മൊറോക്കോയുമായി അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിലും സെൽട്ട, മെലില്ല എന്നീ രണ്ട് സുപ്രധാന പ്രദേശങ്ങൾ സ്പെയിൻ തന്ത്രപരമായി തങ്ങളുടെ നിയന്ത്രണത്തിൽ നിലനിർത്തിയിരിക്കുകയാണ്. ഈ രണ്ട് പ്രദേശങ്ങളും സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടറിനോട് വളരെ ചേർന്ന് കിടക്കുന്നതിനാൽ മൊറോക്കോ സ്വാഭാവികമായും ഇത് അംഗീകരിക്കുന്നില്ല. ഈ രണ്ട് പ്രദേശങ്ങളെ ചൊല്ലി സ്പെയിനും മൊറോക്കോയും തമ്മിൽ വർഷങ്ങളായി വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നുമുണ്ട്. 2007 ഇതേ പ്രശ്നത്തിൻ്റെ പേരിൽ വലിയൊരു ഡിപ്ലോമാറ്റിക് പ്രശ്നം നടന്നിരുന്നു. 2007 നവംബറിൽ സ്പെയിൻ രാജാവ് സ്യൂട്ട, മെലില്ല എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചത് മൊറോക്കോയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ഇതിനുള്ള മറുപടിയായി മൊറോക്കോ ഉടൻ തന്നെ സ്പെയിനിൽ നിന്നുള്ള തങ്ങളുടെ അംബാസഡറെ തിരികെ വിളിച്ചു. ആ ഒരൊറ്റ പൊളിറ്റിക്കൽ പ്രശ്നത്തോടെ എല്ലാവരും കാത്തിരുന്ന സ്പെയിൻ മൊറോക്കോ കണക്ഷൻ പ്രൊജക്ട് പൂർണ്ണമായും സ്തംഭിച്ചുപോയി. ഭൂമിയുമായി ബന്ധപ്പെട്ടതും എഞ്ചിനീയറിംഗ് പരമായതും രാഷ്ട്രീയപരവുമായ ഇത്തരം നിരവധി കാരണങ്ങൾ കൊണ്ടാണ് വെറും 14 കിലോമീറ്റർ ദൂരമുള്ള ഈ ഭാഗത്ത് ഒരു ബ്രിഡ്ജ് നിർമ്മിക്കുക എന്നത് വീണ്ടും വീണ്ടും സ്തംഭിച്ചു പോകുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാർക്കറ്റ് വോൾഫ് ആപ്പിന് ഇപ്പോൾ തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. സോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.